എന്ത് ചെയ്യൂ? ലൈറ്റ് പൊട്ടിപ്പോയാ? ലൈറ്റ് പൊട്ടിപ്പോയാ? എന്ത് ചെയ്യൂ? എങ്ങനെ ശരിയാക്കാ? അവിടെ നിൽക്കട്ടെ. അങ്ങനെ ജമ്മുവിൻ്റെ കുറേ വർത്തമാനമൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് പോയി. ഇപ്പോൾ ടൈമില്ല, ഇനി നമ്മൾ ഷാർജയിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. കണ്ണൂർ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയൊരു വെക്കേഷന് വന്ന് കുറച്ച് ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്തു. തിരിച്ചിപ്പോൾ തനിയെ പോവുകയാണ്. എന്നും നമ്മൾ തിരിച്ച് പ്രവാസത്തിലേക്ക് മടങ്ങുമ്പോൾ ഇത്തിരി വിഷമത്തോടു കൂടിയാണ്. ഇത്തവണ പോകുമ്പോൾ കുറച്ചധികം വിഷമങ്ങളുണ്ട്. ഒന്ന് ഫാമിലി കൂടെ ഇല്ലാത്തതിൻ്റെ വേറൊരു വിഷമം മാത്രവുമല്ല, കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ കണ്ട് സംസാരിച്ചിരുന്ന വളരെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇത്തവണ നാട്ടിൽ വന്നപ്പോൾ ഇല്ല. ഇനി അവരോട് സംസാരിക്കാനും പറ്റില്ല, അവരെ കാണാനും പറ്റില്ല എന്നാലോചിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം. മാത്രമല്ല, കഴിഞ്ഞ തവണ അവരൊക്കെ കണ്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, ഒരുപാട് നേരം അവരുമായി സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു ഫീലിംഗാണ്. ഞാൻ റിയലൈസ് ചെയ്യുന്നത്, നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, റിലേറ്റീവ് ആയിക്കോട്ടെ, നമ്മുടെ ആരും ആയിക്കോട്ടെ, അവരായിട്ട് നമ്മൾ ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, ഇപ്പോൾ സംസാരിക്കേണ്ടതൊക്കെ സംസാരിക്കുക. നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സംസാരിക്കാൻ അവരുണ്ടാവണമെന്നില്ല, നമ്മളും ഉണ്ടാവണമെന്നില്ല. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിന് ടൈമായി. പിന്നെ ഇനി 3-3.5 മണിക്കൂർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം. മാത്രമല്ല, തിരക്കിനിടയിൽ ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ ഇവരെ മെനുവിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് നോക്കിയിട്ട് ഓർഡർ ആക്കണം. കാരണം കുറച്ച് ലേറ്റ് നൈറ്റാണ് നമ്മളവിടെ ലാൻഡ് ചെയ്യുക. നീണ്ടൊരു യാത്രയ്ക്കൊടുവിൽ നമ്മൾ ഷാർജയിൽ ഇപ്പോൾ ലാൻഡ് ചെയ്തു, നമ്മുടെ സ്വന്തം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ. ഷാർജ എയർപോർട്ട് ഇപ്പോൾ കുറേ അധികം റൺവേ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ബസ്സിൽ ഒരുപാട് നേരം ഓടിയിട്ടാണ് നമ്മുടെ എമിഗ്രേഷൻ കൗണ്ടറിൻ്റെ സൈഡിലേക്ക് എത്തുന്നത്. ഇപ്പോൾ വരുന്ന വഴിയിൽ എയർ അറേബ്യയുടെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എയർ അറേബ്യ എന്ന് പറയുന്നത് ഷാർജയുടെ ഫ്ലൈറ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ എയർ അറേബ്യയുടെ മെയിൻ ഹബ്ബ് എന്ന് പറയുന്നത് ഷാർജ എയർപോർട്ടാണ്. നമുക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാം. നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൽ ഇതുപോലെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻഡിഗോയുടെ ഒരു മെയിൻ ഹബ്ബാണ് കണ്ണൂർ എയർപോർട്ട് എന്ന് തോന്നുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും ഷാർജയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ഷാർജ UAE വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രം NMC.